ടെക്നിക്കൽസ് ഈ സമയത്ത് എങ്ങനെ പറയുന്നൊരു പിടിയില്ല. എല്ലാം ട്രംപ് പറയും പോലെയാണ്. ഡബിൾ ടോപ്പ് ആയാലും ഡബിൾ ബോട്ടം ആയാലും ട്രയാങ്കിൾ ആയാലും ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആയാലും എല്ലാം ട്രംപ് എന്ത് പറയുന്നോ അതനുസരിച്ചാണ് വരയ്ക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കുത്താൻ വരുന്ന പോത്തിൻ്റെ അടുത്ത് വേദബോധം പോലെയാണ് ടെക്നിക്കൽസ് പറയുന്നത്. കാരണം അത്രയും ഫണ്ട് ആക്ഷനാണ് നടക്കുന്നത്. അവിടെ ടെക്നിക്കൽസ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അർത്ഥമില്ല. എങ്കിലും നമുക്ക് ഇപ്പോൾ ലിവറേജ് പൊസിഷൻ തൽക്കാലം ഒഴിവാക്കണം. പിന്നെ 20 EMIക്ക് അടുത്ത് നിൽക്കുന്ന ഷെയർസ് മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കാം പെട്ടെന്ന് ബൗൺസ് ചെയ്യുന്നത്. പലരും ഇത് ഹൈ പ്രൈസിൽ വാങ്ങണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മാർക്കറ്റ് കയറുമ്പോൾ പെട്ടെന്ന് കയറുന്നത് അത് തന്നെയായിരിക്കും. നോക്കാം. ഇത് 21,800 നമ്മൾ നേരത്തെ ചാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 21,800 താഴെ പോയിട്ട് അത് ഒരുപാട്, അതായത് റിസൾട്ട് ഡേക്ക് മുന്നേയൊക്കെ തന്നെ ഒരുപാട് കൺസോളേഷൻ പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്ന ലോ 21,700 സംതിങ് ആണ്. അപ്പോൾ 21,700-800 അതാണ് ഇപ്പോഴത്തെ മേജർ സപ്പോർട്ട്. ഇത് ബൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിലും 23,800 23,900 ഒരു ഡബിൾ ടോപ്പ് അടിച്ചിരിക്കുകയാണ്. അത് തൽക്കാലം ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ചെയ്താലും അത് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 21,700-800 റേസിൻ്റെ ലോ ആണ്. അത് പൊട്ടാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത്. ഇനി അടുത്തൊരു ഫണ്ടമെന്റൽ ഫാക്ട്സ് അങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യും എന്ന് വിശ്വസിക്കാം. നമ്മൾ ലൈൻ ചാർട്ട് നോക്കുമ്പോൾ, അതായത് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് അതിൽ ഹൈ ലോ ഓപ്പൺ ക്ലോസ് ഒരുപാട് വേരിയേഷൻസ് വരും. ഈ ലൈൻ ചാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ക്ലോസിങ് മാത്രം വെച്ച് ഉണ്ടാകുന്നതാണ്. അതായത് ഒരു സ്റ്റേഷനറി കടയിൽ അന്നത്തെ ദിവസത്തെ വരുമാനം 1000 രൂപ, പിറ്റേ ദിവസം 2000 രൂപ. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് ഒരു ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ലൈൻ ചാർട്ട്. ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു 1500 വരുമാനം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ചിലവായി, ഇടയ്ക്ക് 2000 രൂപ വന്നിരുന്നു. അങ്ങനെ ഇടയ്ക്ക് പോയ ഹൈയും കാര്യങ്ങളൊക്കെ ക്യാൻഡിൽ സ്റ്റിക്കിൽ കാണിക്കും. ലൈൻ ചാർട്ട് അങ്ങനെയല്ല. അതായത് ക്ലോസിങ് എത്രയാണ് ആ പെട്ടി വീഴുന്നത് അത് മാത്രമാണ് ലൈൻ ചാർട്ടിൽ വരുന്നത്. അങ്ങനെ വരയ്ക്കുമ്പോഴേ നമുക്ക് ഈ ഡബിൾ ബോട്ടം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് ഡബിൾ ബോട്ടം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് താഴെ പോയിട്ട് അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോസിങ് വെച്ച് മാത്രം വരയ്ക്കുമ്പോഴേ ലൈൻ ചാർട്ടിൽ നമുക്ക് അതിൻ്റെ ഒരു ക്ലോസിങ് പാറ്റേൺ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡബിൾ ബോട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 21,700 21,800 റീസെൻ്റായിട്ട് ഒന്നല്ലോ ഹോൾഡ് ചെയ്ത് വിശ്വസിക്കാം. പിന്നെ ഈ പ്യൂർ പ്രൈസ് ആക്ഷൻ വരുമ്പോഴത്തേക്കും ടെക്നിക്കൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അതേപോലെ നമ്മൾ 103 ഒരു ഷെയർ നിൽക്കുകയാണ്. 100 സ്ട്രോങ് സപ്പോർട്ടാണ്, 100 പൊട്ടില്ല എന്ന് പറയും. ഒരാൾ 1 ലക്ഷം ക്വാണ്ടിറ്റി സെല് ചെയ്യാൻ പറയാം. 103 10,000 നടക്കും, 102 10,000 നടക്കും. ഈ ലിക്വിഡിറ്റി കാരണം ഈ 100 പൊട്ടാനായിട്ട് ഒറ്റ സെല് ചെയ്യാം. അപ്പോൾ 98 ആയിപ്പോവും. പിന്നീട് ചാർട്ട് അനലൈസ് ചെയ്യുന്ന ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും 100 താഴെയാണ് നിൽക്കുന്നത് മനസ്സിലാവും. അപ്പോഴേ വീക്കാണ് മനസ്സിലാവും. അപ്പോൾ പ്യൂർ പ്രൈസ് ആക്ഷൻ നടക്കുമ്പോൾ നമ്മളെങ്ങനെ ടെക്നിക്കൽ നോക്കിയിട്ട് കാര്യമില്ല. അത്രയും ഫണ്ടമെന്റൽ ഫാക്ട്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലിവറേജ് പൊസിഷൻ ഒഴിവാക്കുക, ഈ ഹോൾഡ് ചെയ്യുന്ന വിശ്വസിക്കാം. താങ്ക് യു.